ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 50 ആൻഡ് 51 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872നെ പറ്റിയിട്ടാണ്. അതായത് റെലവൻസി ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 50 ആണ്, അതായത് റെലവൻസി ഓഫ് ഒപ്പീനിയൻ ആസ് ടു റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? when the court has to form an opinion as to the relationship of one person to another. കോടതിക്ക് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യണമെന്ന് വിചാരിക്കുക. The opinion expressed by conduct as to the existence of such relationship of any person who as a member of the family or otherwise has special means of knowledge on the subject is a relevant fact. So, ഏതെങ്കിലും ഒരു പേഴ്സൺ, ആ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഡിസ്പ്യൂട്ടഡ് പാർട്ടീസ്, അതല്ലെങ്കിൽ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ പാർട്ടീസിന്റെ ബന്ധുവായിരിക്കും, അതല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നല്ല സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. സോ ഇതിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കണ്ടക്ട് രൂപത്തിൽ ഇയാളുടെ ഈ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ റെലവൻറ്റ് ഫാക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 52 പറഞ്ഞിട്ടുള്ളത്. സോ കോർട്ടിന് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യണം എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ പാർട്ടീസ്, അതായത് ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യേണ്ട ആ പാർട്ടീസിന്റെ ഫാമിലി മെമ്പർ ആവാം, അതല്ലെങ്കിൽ അവരുടെ ആ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ അവരുടെ ഒപ്പീനിയൻ കണ്ടക്ട് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ റെലവൻറ്റ് ഫാക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 52 പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അണ്ടറിൽ ഒരു പ്രൊവിസോ കൂടി പറഞ്ഞിട്ടുണ്ട്. that such opinion shall not be sufficient to prove a marriage in proceedings under the Indian Divorce Act 1869 or in prosecutions under section 494, 495, 497 or 498 of Indian Penal Code. അതായത് ഡിവോഴ്സ് ആക്ട് 1869 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ IPC 494, 495, 497, 498 ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊന്നുള്ള പ്രോസിക്യൂഷൻസ് നടത്താൻ ഈ ഒരു ഒപ്പീനിയൻ സഫിഷ്യൻ്റ് അല്ല. അതായത് ഈ ഒരു ഒപ്പീനിയൻ കൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രൊസീഡിങ്സും ഒന്നും നടത്താൻ പറ്റില്ല എന്നാണ് ഈ പ്രൊവിസോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യേണ്ടത് കണ്ടക്ട് രൂപത്തിലാണ്, അതല്ലാണ്ട് വേർഡ്സ് വഴിയോ സ്യൂട്ട് വഴിയോ അങ്ങനെ ഒന്നുമല്ല. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 51 ആണ്, റെലവൻസി ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയൻ. Whenever the opinion of any living person is relevant, the grounds on which such opinion is based are also relevant. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ലിവിങ് പേഴ്സന്റെ ഒപ്പീനിയനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ഒരു പെർട്ടിക്കുലർ ഒപ്പീനിയൻ കൊടുത്തത്, ആ ഗ്രൗണ്ടിനെ കൂടി റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ഒരു പെർട്ടിക്കുലർ കണ്ടുപിടുത്തം നടത്തി. സോ ആ കണ്ടുപിടുത്തം നടത്താൻ അദ്ദേഹം ഏതൊക്കെ എക്സ്പെരിമെന്റിലൂടെ കടന്നു പോയിട്ടുണ്ട്, ആ എക്സ്പെരിമെന്റ്സിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കണ്ടുപിടുത്തത്തിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ കണ്ടുപിടുത്തത്തിൽ എത്താൻ അദ്ദേഹം ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 50 ആൻഡ് 51 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.